ഹേ ഓൾ, വെൽക്കം ടു അനദർ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്. ഇന്ന് ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്ളോഗാണ് ഷൂട്ടാക്കിയിട്ടുള്ളത്. സോ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻസിലൂടെ പറയാൻ വേണ്ടിയിട്ട് മറക്കണ്ട. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി നെസ്റ്റേഷ്യന്ന് പർച്ചേസ് ആക്കിയിട്ടുള്ള ഒരു ടംബ്ലറാണ് കേട്ടോ ഇത്. ഞാൻ വെള്ളം കുടിക്കാത്തതിനോണ്ട് തന്നെ എൻ്റെ ബ്ലഡിൻ്റെ കൗണ്ടൊക്കെ കുറവായിട്ട് കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാൻ എന്തായാലും വിചാരിച്ചതാണ് ഒരു ബോട്ടിൽ എന്തായാലും വെക്കണമെന്ന്. ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്കിപ്പോൾ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞാൻ ക്ലാസ് പോകുമ്പോഴാണെങ്കിലും പുറത്ത് പോകുമ്പോഴാണെങ്കിലൊക്കെ ഇത് കൊണ്ടെടുക്കലുണ്ട്. സോ ലീക്ക് പ്രൂഫാണ്, BPA ഫ്രീ ആണ്, നമുക്ക് ഈസി ടു ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. നല്ല ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് പ്രിൻറ്റും കൂടി നല്ല കളർ ഷെയ്ഡിലും കൂടിയാണ് സംഭവം വന്നിട്ടുള്ളത്. അതിനുശേഷം വെള്ളമൊക്കെ കുടിച്ച് പിന്നെ നമ്മളിപ്പോൾ ടു ഡു ലിസ്റ്റ് എപ്പോഴും എഴുതലുണ്ട്. സോ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ രാവിലെ എണീക്കാനുള്ള മൂഡ് പോലും ഉണ്ടാവലില്ല. അത്രക്കും നല്ല വെതർ ആയതുകൊണ്ട് പൊതിച്ചു മൂടി ഉറങ്ങാൻ വേണ്ടിയിട്ട് അധികം തോന്നില്ലേ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ മക്രോണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ എങ്ങനെയാ വെച്ചാൽ എനിക്ക് മക്രോണി ഭയങ്കര ഇഷ്ടമാണ്. സോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഞാൻ കഴിക്കും, ഉച്ചക്കും ഞാൻ കഴിക്കും. ഇത് ഭയങ്കര എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഈ ഒരു ഗ്ലാസ് പോട്ട് ഉമ്മക്ക് ഞാൻ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ നസ്റ്റേഷ്യന്ന് പർച്ചേസ് ആക്കിയിട്ട് കൊടുത്തതാണ്. എൻ്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രോക്കറി ഐറ്റംസ് ഒക്കെ, പണ്ട് മുതലേ അങ്ങനെ. പക്ഷെ ഇപ്പം എനിക്കും അതിൻ്റെ അഡിക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ നെസ്റ്റേഷ്യന്ന് പർച്ചേസ് ആക്കിയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് കുക്കിംഗ് പോട്ടാണ് കേട്ടോ. നല്ല അടിപൊളി പ്രിൻറ്റിൽ ഗുഡ് ക്വാളിറ്റിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുക്കിംഗ് ഒക്കെ തുറന്ന് നോക്കാണ്ട് തന്നെ നമുക്കിത് ചൂടായോ തണുത്തോ എങ്ങനെയാണെന്നൊക്കെ കറക്റ്റ് കാണാനും വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഗ്യാസിലും ഇത് യൂസ് ചെയ്യാം. നമ്മളൊക്കെ വിചാരിക്കും ഈ ഗ്ലാസിൻ്റെ പോട്ട് നമുക്ക് ഗ്യാസിൽ വെക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഇത് 100% സേഫ് ആണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് റെസിപ്പി പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഞാൻ ഒനിയൻ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കയ്യിൽ ഏതൊക്കെ വെജീസ് ഉണ്ടോ അതൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. എൻ്റെ കയ്യിൽ പിന്നെ ടൊമാറ്റോ നമ്മളെ വീട്ടിലന്ന് ഉണ്ടായില്ലേനോ, അപ്പം ഞാൻ ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളതിൽ എന്തൊക്കെ ഉണ്ടോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ദെൻ അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാടിയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ സ്പൈസസ് ആയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ചിക്കൻ മസാലയും കൂടി ഞാൻ ആഡ് ചെയ്യലുണ്ട് കേട്ടോ. അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ജസ്റ്റ് പച്ച കുത്തൊന്ന് പോകുന്നവരെ ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടെടുക്കുക. പിന്നെ പാസ്ത ആഡ് ചെയ്യുക. നമുക്ക് നമ്മളെ കയ്യിലുള്ള സോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. ഞാൻ ടൊമാറ്റോ സോസും അതേപോലെ ചില്ലി സോസും കൂടി ഉണ്ടായിരുന്നു. സോ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നെസ്റ്റേഷ്യൻ്റെ ഈ ഒരു പാത്രത്തിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് 100% ലീഡ് ആൻഡ് ടോക്സിൻ ഫ്രീ മെറ്റീരിയലാണ്. സോ നമുക്ക് ഗുഡ് ഹെൽത്തിനൊക്കെ നല്ലതായിട്ട് ഉപകാരപ്പെടും. പിന്നെ ഞാൻ കുറച്ച് സ്ലൈസ്ഡ് ചീസും കൂടി ഉണ്ടായിരുന്നു. സോ അതും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഇനി ചായ ഉണ്ടാക്കണം. ഇന്ന് കട്ടൻ ചായ ആണ് കേട്ടോ. നല്ല ഏലക്കായ ഇട്ട അടിപൊളി കട്ടൻ ചായ. ഈ ഒരു കപ്പും സെറ്റും ഒക്കെ ഞാൻ നെസ്റ്റേഷ്യന്ന് പർച്ചേസ് ആക്കിയിട്ടുള്ളതാണ്. നല്ല ഗുഡ് ക്വാളിറ്റിയിൽ സെറാമിക് മെറ്റീരിയലാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് വെച്ചിട്ട് കാണാൻ തന്നെ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ വേണ്ടവരൊക്കെ എന്തായാലും പർച്ചേസ് ആക്കിക്കോളി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നമുക്കിപ്പോൾ ഒരു ക്രോക്കറി പീസായിട്ട് വെക്കുമ്പോൾ പോലും നല്ല ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ ക്വാളിറ്റിയും രസവും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ദെൻ ഈ 2 സെർവിങ് പോട്ടും ഞാൻ നെസ്റ്റേഷ്യന്ന് തന്നെ പർച്ചേസ് ആക്കിയിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പം നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് തന്നെ തോന്നിപ്പോവും. അത്രയ്ക്ക് ഭംഗിയാണ്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതിലൊക്കെ സെർവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരെന്തായാലും ചോദിക്കും ഇത് എവിടുന്നാണ് പർച്ചേസ് ആക്കിയെന്ന്. അത്രയ്ക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കാണാൻ. ഇതാണ് എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഇപ്പോഴത്തെ കോലം. അപ്പം അതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു മീൽ പ്രെപ്പ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം മെസ്സായിട്ട് ആ ഫ്രിഡ്ജ് കിടക്കുന്നത് പോലും. ഞാൻ ഈ തനി മലയാളീൻ്റെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഈ മീൽ പ്രെപ്പിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയത്. നമ്മളെവിടെ നമ്മളെ അമ്മമാരൊന്നും അധികം ഈ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ അധികം ചെയ്തു വെക്കലുള്ളൂ. അവരധികം മോർണിംഗ് എന്താണോ അത് അപ്പം ഉണ്ടാക്കി വെക്കലാണ്. ഇവിടെ നമ്മളെ വീട്ടിലാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യല്. സോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്യണം. അവർക്ക് കുറച്ചും കൂടി ടൈം ഇതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്ററാണ് കേട്ടോ. എൻ്റെ ഒരു വേഷനിൽ എനിക്കത് ഭയങ്കര അടിപൊളിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ മീൽ പ്രിപ്പിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ നെസ്റ്റേഷ്യൻ്റെ ഈ ഒരു ഗ്ലാസ് ഗ്രൂവോ ഫുഡ് സ്റ്റോറേജ് ബോക്സ്. ഭയങ്കര അടിപൊളി ഗുഡ് മെറ്റീരിയലും കൂടിയാണ് വന്നിട്ടുള്ളത്. BPA ഫ്രീ ആണ്, മൈക്രോവേവ് സേഫ് ആണ്. മാത്രമല്ല നമുക്ക് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് നല്ല നീറ്റിൽ അറേഞ്ച് ചെയ്ത് വെക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ എൻഡിലുള്ള ഗ്രൂവോ ഡിസൈന് ഭക്ഷണം നന്നായിട്ട് ഫ്രഷ് ആയിട്ട് നിലനിർത്താനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ വീട്ടിലൊക്കെ ഇതൊരു മസ്റ്റ് ബൈ പ്രോഡക്റ്റ് തന്നെ വേണ്ടിയിട്ട് പറയാം കേട്ടോ.
നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറാണ്. സോ നമുക്ക് വേണമെങ്കിൽ ലഞ്ച് ബോക്സ് ആയിട്ടൊക്കെ കൊടുത്തയക്കാനും വേണ്ടിയിട്ടും പറ്റും. ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് വെജീസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഈ അറേഞ്ച് ചെയ്ത് വെക്കാന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതപ്പം എനിക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. നല്ല ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന വെജീസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. അതാണ് മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് രാവിലെ പാസ്ത കുക്ക് ചെയ്തപ്പം ഞാൻ കുറച്ച് അധികം തന്നെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ടൈം നമുക്ക് വേണ്ടപ്പം എടുത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ അതും കൂടി നമ്മളുടെ വലിയ ബോക്സിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടതിനനുസരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ പാസ്ത കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വേറെ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, നമ്മളതിൽ വെജീസ് ഉണ്ട്, പാസ്ത ഉണ്ട്, ജസ്റ്റ് വേഗം എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ചെയ്യുന്ന ടൈം വെച്ചിട്ട് ബാക്കിയൊക്കെ ഭയങ്കര സിമ്പിളായിരിക്കും. ഇപ്പം വോക്കിനൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ എനിക്ക് ഇന്ന് എൻ്റെ കസിൻ്റെ വീട്ടിൽ പോകാനുണ്ട്. അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റെഡി ആയിട്ടുള്ളത്. പിന്നെ എനിക്ക് കുറേ കമൻറ്റ്സ് വരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എഡിറ്റിംഗ് ട്യൂട്ടോറിയലൊക്കെ കാണിക്കുക എന്നുള്ളത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതുമാണ് കേട്ടോ. ദെൻ പിന്നെ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നൊരു കാര്യമാണ് നിങ്ങൾ എന്താ പഠിച്ചതെന്ന്. ഞാൻ ഡിഗ്രി ആണ് കേട്ടോ കഴിഞ്ഞത്, ഡിഗ്രി BA ഇംഗ്ലീഷ് ആയിരുന്നു എടുത്തത്. പിന്നെ ഞാനിപ്പോൾ ഒരു കോഴ്സ് ചെയ്യാണ്. അപ്പം അത്രയ്ക്ക് തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷം. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. എന്തായാലും നിങ്ങൾ ലൈക്കും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.